الصلاة والسلام على من لا نبي بعده. صحيح البخاري إلى أبو هريرة رضي الله عنه ഉദ്ധരിക്കുന്ന الحديث നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു أعذر الله إلى امرئ أخر أجله حتى بلغ 60 سنة. أعذر الله إلى امرئ, ഒരു വ്യക്തിയുടെ മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഉദ്ർ സ്വീകരിക്കുകയില്ല, അഥവാ ഒഴിവ് കഴിവ് അവന് ബോധിപ്പിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ അടുക്കൽ. അഖറ അജലഹു ഹത്താ ബലഗ 60 സന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 60 വയസ്സ് വരെ അവൻ ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നീട്ടിക്കൊടുക്കപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് പിന്നെ നാളെ പരലോകത്ത് ഒരു ഒഴിവ് കഴിവും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അതായത് നമുക്ക് ഈ ദുനിയാവിൽ ഹക്ക് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് അനുസരിക്കാനും എല്ലാമുള്ള സമയമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. അപ്പൊ 60 വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു കാലമാണ്. അത്രയും കിട്ടിയിട്ടും അവന് ഈ സത്യം കേൾക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടും അത് ഉൾക്കൊള്ളാനും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനും സാധിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു പ്രായത്തിലെത്തിയ ആൾക്ക് പിന്നെ ഒരു ഉദ്ർ ബോധിപ്പിക്കാൻ അള്ളാഹുവിന്റെ അടുക്കൽ സാധിക്കില്ല. അതാണ് നാളെ അല്ലാഹു തആല നരകാവകാശികളോട് പറയുന്നത്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നിങ്ങളിലേക്ക് താക്കീതുകാർ വന്നില്ലേ, നിങ്ങൾക്ക് ജീവിക്കാൻ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ആയുസ് ഞാൻ നൽകിയില്ലേ. ആ താക്കീതുകാരെന്നുള്ളിടത്ത് നദീർ എന്നുള്ളിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് ശൈബ, നരയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നര വന്നിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ, ഞാൻ ഈ ദുനിയാവ് വിട്ടു പോകാനായിട്ടുണ്ട്, ഞാൻ ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സമയമായില്ലേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ പ്രായത്തിലേക്ക് എത്തുന്നവർ, 60 വയസ്സ് എത്തിയവർ, അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും കൂടുതൽ നന്മയിൽ മുന്നേറാനും ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കേണ്ട സമയവുമാണ്. അതുകൊണ്ട് ഈ ഹദീസിനെ കുറിച്ച് നാം ഓരോരുത്തരും ആലോചിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.